അങ്ങനെ iOS 26ലേക്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റിനകത്ത് എനിക്കൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ് കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നിങ്ങൾക്ക് സ്പേഷ്യൽ വാൾപേപ്പർ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 3D എഫക്റ്റിൽ നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് ആപ്പിനകത്ത് നിങ്ങൾക്ക് പല ഫോട്ടോസിനകത്തും ഇതുപോലുള്ള സ്പേഷ്യൽ ഫോട്ടോസ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വലിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വാൾപേപ്പറിനനുസരിച്ചിട്ട് നമ്മുടെ ക്ലോക്കും ഷ്രിങ്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പാട്ടിട്ടിട്ട് ലോക്ക് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡൈനാമിക് വെർഷൻ നിങ്ങൾക്ക് ആൽബം ആർട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഫോൺ ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ലോക്ക് സ്ക്രീനിൽ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ടൈമിലത്തേക്ക് നമ്മുടെ ഫോണിന് റിമൈനിങ് ടൈം എത്ര എടുത്ത് ചാർജ് ആകുമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ ഫ്രോസ്റ്റഡ് ആയിട്ട് വരുന്ന എഫക്ട്സ് എല്ലാം ക്ലിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ആപ്പ് ഐക്കൺസിൽ കാണാൻ പറ്റും. നമ്മൾ ഓരോ സെലക്ഷൻ എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ചിലയിടത്തൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഉള്ളത് പറയാലോ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ അതിനകത്ത് തോന്നുന്നുണ്ട്. ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ ഫോൺ അനക്കുന്നതിനനുസരിച്ച് ആപ്സ് ഒക്കെ ഒരു ഡൈനാമിക് ആയിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ആ ഒരു എൻഡിൽ കാണാൻ വേണ്ടിയിട്ടും പറ്റും. ക്യാമറ യുഐയിലേക്കും ഈ ഒരു സെയിം ഡിസൈൻ്റെ അതിപ്രസരം ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒരു സിംപിളർ ആൻഡ് ക്ലീനർ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു സ്പാം ബ്ലോക്കിംഗ് ഫീച്ചർ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആയിരിക്കും. പുതിയ ഡയലറിനകത്തുള്ള ഒരു ഡിസൈൻ ഒക്കെ എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ട് എനിക്ക് തോന്നിയത്.